ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും ഒരു 3-4 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഇവിടെ സ്കൂൾ ഒരു 1-2 ദിവസം അവധിയായിരുന്നു കേട്ടോ. അപ്പം ശനിയും ഞായറും കൂടെ ചേർത്ത് ഒരു 3-4 ദിവസം അവധി ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും അവധിയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ച പ്ലാനൊന്നും നടന്നില്ല. അപ്പോൾ വെക്കേഷൻ ടൈമിൽ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ് ഇന്നത്തേത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് വർഷക്കുട്ടി പറയുന്നുണ്ട് നീർദോശ കഴിക്കണമെന്ന്. ഞാനും കുറേ നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നീർദോശയും മുട്ട കറിയുമാണ്. ആദ്യം മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ മുട്ടക്കറിയിലേക്ക് മാറ്റി. അപ്പം മുട്ടയൊക്കെ ഫസ്റ്റ് തന്നെ ഒന്ന് പുഴുങ്ങാനിടാം. പിന്നെ നമുക്കിനി നീർദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ തലേദിവസം തന്നെ അരിയൊക്കെ വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നു കേട്ടോ. പച്ചരിയാണ്, ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയിൽ വേണേലും ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ജീരകമാണ്. ഒരു ടീസ്പൂൺ ജീരകവും ചെറിയുള്ളിയും കൂടെ ഒരു 3-4 കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ പച്ചരി കഴുകി വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാൻ പണ്ട് എപ്പോഴും നീർദോശയും മുട്ട റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് പിന്നെ കുറച്ചേറെ വെള്ളം ഒഴിക്കണം. നല്ല വെള്ളം പോലെ വേണം ഈ മാവ് ഇരിക്കാൻ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടക്കറിക്കുള്ള മസാലയൊക്കെ ഒന്ന് വഴറ്റി എടുത്ത് മുട്ടക്കറിയും ഞാൻ വെച്ച് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ദോശ ചുടാം. ഇത് നീർദോശ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ട് നല്ല ഹീറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ തവയ്ക്ക്. എന്നിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് പിന്നെ സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പം നല്ല ആ ഒരു സ്റ്റീമിൽ അതൊന്ന് വെന്ത് വരും. തിരിച്ചൊന്നും ഇടത്തില്ല ഈ ഒരു ദോശ, അങ്ങനെയും നമുക്ക് എടുക്കാം. എന്നിട്ട് നല്ല മുട്ട റോസ്റ്റോ ചിക്കൻ കറിയോ മുട്ടക്കറിയോ എന്തിൻ്റെ കൂടെ ആയാലും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനും ഏട്ടനും കൂടെ ഇവിടെ അൽദിയിലോട്ട് വന്നു. ഇതും ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഞങ്ങൾ നേരത്തെ ഒന്നും വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വിചാരിച്ച് ആഫ്റ്റേയിൽ പോകണ്ട, ഇന്ന് ഇപ്രാവശ്യം ഇങ്ങോട്ടാവട്ടെ എന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില ഐറ്റംസിലൊക്കെ കുറച്ച് വിലക്കുറവുണ്ടായിരുന്നു. പിന്നെ ഇവിടാണ് ഞാൻ ഇതുപോലെ ബീട്രൂട്ടിൻ്റെ പാസ്ത, അതുപോലെ തന്നെ ഗ്രീൻ പീയുടെ പാസ്തയൊക്കെ കണ്ടത്. ഹാസ്ഡേയിൽ ഇതൊന്നുമില്ല. ഹാസ്ഡേയിൽ നോർമൽ പാസ്ത മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ ബീട്രൂട്ടിൻ്റെ ഒരു പാസ്ത എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷന് ഫുള്ള് ഗാർഡൻ ഏരിയയിലേക്കുള്ള ഐറ്റംസാണ് കേട്ടോ. ഇത് നമുക്ക് പച്ചക്കറിയൊക്കെ നടാനും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ടബാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ അങ്ങനെ സ്റ്റോറായിട്ട് നിൽക്കുമ്പോൾ എന്നും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 2 വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് എടുത്തു, പിന്നെ മടിച്ചു. പിന്നെ അതുപോലെ കൊണ്ട് തിരിച്ച് വെച്ചു. ബില്ലിംഗ് കൗണ്ടർ വരെ പോയിട്ട് കൊണ്ട് തിരിച്ച് വെച്ചു. അടുത്ത പ്രാവശ്യം മേടിക്കാമെന്നായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ക്ലാസ് ഉള്ളതുകൊണ്ട് ഇവർ വന്നില്ല. ഇനി അടുത്തതിന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ശരി, രാവിലെ ഞാൻ പോയപ്പോൾ തന്നെ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ ബ്രിഞ്ചോളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി. അതിങ്ങനെ തവ ഫ്രൈ ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ സാമ്പാർ വെച്ചു. പിന്നെ നമ്മൾ അൽദിയിൽ നിന്ന് ഫിഷ് വാങ്ങിയിരുന്നു. അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നിട്ട് ഫ്രൈ ഒക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പാർക്കിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, റൂക്കൻ ഗ്ലെൻ എന്ന് പറഞ്ഞൊരു പാർക്ക്. അവിടെ തന്നെയാണ് പോയത്. ഇപ്രാവശ്യം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പാർക്കിലോട്ട് വരാൻ വേണ്ടി പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം നടക്കാനുണ്ട്, അതുപോലെ തന്നെ കളിക്കാനും ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ, വലിയൊരു പ്ലേ ഏരിയ. അപ്പോൾ അന്ന് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച് കാണാത്ത ഏരിയ ഒക്കെ പോയി ഒന്ന് കാണാമെന്ന്. ഞങ്ങളന്ന് കുറച്ച് 3/4 ഭാഗം കവർ ചെയ്തിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഭാഗങ്ങളുടെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ടൂടെ പോകണം. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഗാർഡന്. ആ ഏരിയയിലോട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പം നമ്മളിനി അങ്ങോട്ട് പോകാമേ. പക്ഷെ അതിനകത്ത് പോയാൽ അത്രയ്ക്ക് നന്നായിട്ടൊന്നും മെയിൻറ്റെയിൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു പൂക്കൾ മാത്രമേ ഉള്ളൂ കുറച്ച് നന്നായിട്ട് നിൽക്കുന്നത്. പിന്നെ വേറെ 1-2 കൂടെ. സാധാരണ ഇവിടെ പാർക്കൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പക്ഷെ ആ പാർക്കിനകത്തൊരു ഗാർഡൻ ആയതുകൊണ്ടാണോ എന്തോന്നറിയത്തില്ല, അത്ര രീതിയിൽ അങ്ങോട്ട് അത് നീറ്റായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഫ്രണ്ട് രമ്യ. അപ്പോൾ പുള്ളിക്കാരി ഇപ്പം 2 മാസം ആയതേ ഉള്ളൂ നാട്ടിൽ നിന്ന് വന്നിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഈവനിങ് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നേരെ പോയത് ഇവരുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിട്ട് എല്ലാവരും കോഫിയും അതുപോലെ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു.
അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു റെസിപ്പി കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. ഈ ചൂടിന് ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ 2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര. ഫസ്റ്റ് അതിനെ ഒന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ മാമ്പഴ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങ നല്ല പഴുത്ത മാങ്ങ എടുക്കുക, നല്ല മധുരമുള്ള മാങ്ങ എടുക്കുക, എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് ബൗളാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച് അടച്ചാലും മതി. ഇപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ക്ലിം ഫിലിം വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ അടപ്പ് വെച്ച് അടയ്ക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് സെറ്റാകാൻ വെക്കാം. ഫ്രീസറിലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതിനി നമുക്ക് ഫ്രിഡ്ജിനുള്ളിലേക്ക് വെക്കാം. ഒരു 3 മണിക്കൂറിന് ശേഷം വീണ്ടും അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ല കുറച്ചുകൂടെ ഒരു ക്രീമി സ്ട്രക്ചറിൽ കിട്ടും. എന്നിട്ട് നമുക്ക് വീണ്ടും അതേ ബൗളിൽ തന്നെ നമുക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇനി നമുക്കിത് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രീസറിനുള്ളിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി മാംഗോ ഐസ്ക്രീം റെഡിയായി. എന്ത് എളുപ്പമല്ലേ. പശുക്കുട്ടിക്ക് ഇവിടെ പാട്ട് ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവൾ അതിന് മുമ്പേ ചോദിച്ചു ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ട് തരാമെന്ന്. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം കഴിക്കാനുള്ള സമയമായി. എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന അതുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അതില്ല. അപ്പം ഞാൻ ഇതുപോലൊരു ഒരു തവി എടുത്തിട്ട് ഇങ്ങനെ ചെയ്തോട്ടെ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീം കുറച്ചുകൂടെ ഒന്ന് ലക്ഷറി ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇച്ചിരി ഹണിയും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.